ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ അമ്മയുടെ ഒപ്പം ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം ആദ്യം നമുക്ക് ഡ്രസ്സ് മാറാം. ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ബാഗ് എടുത്തിട്ടുണ്ട് കുടയൊക്കെ വയ്ക്കാനായിട്ട്. പിന്നെ കടയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ബസ് പിടിക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം അമ്മ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മയ്ക്ക് ചുരിദാർ വാങ്ങിയിട്ട് കുറേ നാളായി, അപ്പോൾ ചുരിദാറൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ അമ്മ ഈ സെയിം ചുരിദാറായിരുന്നു ഇട്ടതെന്നൊക്കെ ഞാൻ ഓർക്കുന്നു പോലുമില്ല. ബട്ട് അമ്മ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ അതൊക്കെ പറഞ്ഞ് പയ്യെ നടക്കുമായിരുന്നു. എന്നിട്ട് നമുക്ക് ബസ് കിട്ടി. പിന്നെ നമ്മളവിടെ ചെന്ന് ഇറങ്ങി നടന്ന് കുറച്ച് നടക്കണം. പുളിമൂട്ടി സിൽസിലാണ് നമ്മൾ ആദ്യം പോയത്. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് മെയിനായിട്ടും വന്നത്. പിന്നെ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിനും എനിക്കും അമ്മയ്ക്കും പപ്പയ്ക്കും ചേച്ചിക്കും ഡ്രസ്സ് എടുക്കാനായിരുന്നു. ആദ്യം എനിക്ക് വേണ്ടി സാരീസ് നോക്കി. എനിക്ക് പുളിമൂട്ടിൽ നിന്ന് സാരി അത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടെ കളക്ഷൻ കുറവായിരുന്നു. നല്ല മോഡലൊന്നും അധികം കിട്ടിയില്ല. പിന്നെ അമ്മയ്ക്കും പപ്പയ്ക്കും എടുത്തു. അമ്മയാണെങ്കിൽ ഒരു ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പപ്പയ്ക്ക് വേണ്ടി ഒരു ഷർട്ട് നോക്കി. അമ്മ കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഞാനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാം വാങ്ങി അവിടുന്ന് മെല്ലെ ഇറങ്ങി. ഞാനാണ് ബില്ല് പേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് അടുത്ത ഷോപ്പിലേക്കാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കല്യാൺ സിൽസിലേക്കാണ് പോയത്. കല്യാൺ സിൽസിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കുള്ള സെറ്റ് സാരി കല്യാൺ സിൽസിൽ നിന്നാണ് എടുത്തത്. പിന്നെ ആടി സെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് അധികം ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത റീസണബിൾ റേറ്റിലാണ് നമുക്ക് സാരിയും ബ്ലൗസും കിട്ടിയത്. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഞാൻ സെപ്പറേറ്റ് ഒരെണ്ണം വാങ്ങുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബസ് പിടിച്ച് തിരിച്ച് നമ്മൾ സ്റ്റാൻഡിൽ വന്നു. അവിടുന്ന് അടുത്ത ബസ് പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താറായി. നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കയ്യിലുള്ള വെറും ഇത്രയാണ് നമ്മൾ വാങ്ങിയത്. മടുത്തു.